തിരികെ വാർത്തയിലേക്കാണ്. ജോസ് കെ മാണി എം പി നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ജനങ്ങൾ വലിയ സ്വീകരണമാണ് നൽകിയതെന്ന് റാന്നി MLA പ്രമോദ് നാരായണൻ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി LDF സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നും പ്രമോദ് നാരായണൻ MLA കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മൂന്നാം പിണറായി സർക്കാരിന്റെ വരവിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഒട്ടാകെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് വികസന മുന്നേറ്റ ജാഥ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ്, അതായത് LDFന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി ചെയർമാനോ ടീം ലീഡറായിട്ടുള്ള വികസന മുന്നേറ്റ യാത്ര ഇപ്പോൾ പത്തനംതിട്ടയിൽ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളോടിപ്പോൾ ചേരുന്നത് ഈ വികസന മുന്നേറ്റ യാത്രയിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ റാന്നിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളോടിപ്പോൾ ചേരുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA ആണ്. ഈ വികസന മുന്നേറ്റ യാത്ര മുന്നോട്ട് വെക്കുന്ന എന്തൊക്കെയാണ് MLA? 3 മേഖലാ ജാഥകളാണ് LDFന്റെ നേതൃത്വം നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ്, CPIയുടെ ആദരണീയനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം, LDFന്റെ നേതാവും കേരള കോൺഗ്രസ് എമ്മിന്റെ ആദരണീയനായ ചെയർമാനുമായിട്ടുള്ള ശ്രീ ജോസ് കെ മാണി MP. കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ താരതമ്യങ്ങൾക്ക് അതീതമായ വികസനത്തിന്റെ അനുഭവമുണ്ട്. നമുക്കതിനെ 3ആയി കാണാം. ഒന്ന്, കേരളത്തിലാകെയുണ്ടായ ഒരു പുതിയ കേരളം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ജനകീയ ഇച്ഛകൾ സഫലമാകുന്ന തരത്തിൽ കൊണ്ടുവന്ന ബൃഹത്തായ പദ്ധതികൾ. വിഴിഞ്ഞം പദ്ധതി, മെട്രോ, മലയോര പാതകൾ, പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തുന്ന ദേശീയപാത. നോക്കൂ, കേരളത്തിലെ ബൃഹത് പദ്ധതികളെല്ലാം സാധ്യമാവുകയാണ്. രണ്ടാമത്തേത് ജനക്ഷേമമാണ്. എല്ലാ മനുഷ്യന്റെയും സങ്കടങ്ങൾക്ക് പരിഹാരം കാണുക. അവിടെയാണ് പെൻഷൻ. നോക്കൂ, 2000 രൂപ പെൻഷൻ 58 ലക്ഷം മനുഷ്യർക്ക് നൽകുന്ന ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല, ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാണ്. ഈ പ്രതിസന്ധിയിലും നമ്മൾ നൽകുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. നമ്മുടെ സ്ത്രീകൾ അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഉപകരണങ്ങൾ പോലെ എന്ന് എഴുത്തുകാർ വിശേഷിപ്പിച്ച അതേ സ്ത്രീകൾക്ക് അവരെ കരുതാൻ ഗവൺമെന്റ് ഉണ്ട്. അവർക്ക് ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി അവരെ കരുതാൻ പെൻഷൻ കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. പെൻഷൻ കൊടുക്കുകയും കരുതൽ നൽകുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ. 2, ഏറ്റവും സാധാരണ മനുഷ്യന്റെ വികസനം, അവന്റെയും ജീവിതത്തിന്റെ നിലവാരത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അതാണ് വിദ്യാലയങ്ങൾ വന്ന മാറ്റം. എത്ര വിദ്യാലയങ്ങളാണ് കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് പൂർത്തീകരിച്ചത്? നമ്മുടെ ആശുപത്രികളുടെ സ്വഭാവം മാറിയില്ലേ? മുഖച്ഛായ മാറിയില്ലേ? ആതുരാലയങ്ങൾ മാറി. അപ്പോൾ ലോങ് ടേമിലാണെങ്കിലും നമ്മളൊരു സർക്കാരിന് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ട വികസനത്തിന്റെ അടിത്തറ പാകുന്ന സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തലാണെങ്കിലും പാവങ്ങൾക്ക് കരുതൽ നൽകുന്നതിലും ഒരുപോലെ ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുക. അതാണ് യഥാർത്ഥത്തിൽ ഈ യാത്രയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. അത് വലിയ വിജയമായി. നടത്തിയത് LDF ആണെങ്കിലും ഇതൊരു ജനമുന്നേറ്റ യാത്രയായി മാറി എന്നതാണ് ആ യാത്രയിലുടനീളം പങ്കെടുത്ത ആൾ എന്ന തരത്തിൽ ആവേശഭരിതമായ മനസ്സോടെ ഞാൻ പറയും. അതാണ് ഞങ്ങളുടെ യാത്രാ അനുഭവം. പ്രത്യേകിച്ച് നമ്മുടെ റാന്നിക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നല്ലോ ആ പാലം. അതിൽ എന്തൊക്കെ നടപടികളാണ്? റാന്നി മണ്ഡലത്തിലുണ്ടായ വികസനത്തെ സംബന്ധിച്ച് അത് ദീർഘമായി പറയേണ്ടതാണ് ഞാൻ കരുതുന്നു. റാന്നി മണ്ഡലത്തിൽ 25 വർഷം MLA ആയിരുന്ന ആളാണ് സഖാവ് രാജു അബ്രഹാം. അദ്ദേഹം ഒരുപാട് പദ്ധതികൾ, റാന്നിയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരുപാട് പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ഞാൻ MLA ആയി വന്നതിന് ശേഷം 3 തലത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്രവൃത്തികൾ നടത്താൻ ഞാൻ ഒന്ന്, റാന്നിയുടെ അടിസ്ഥാന വികസനാവശ്യങ്ങൾ പരിഹരിക്കാൻ മുടങ്ങാതെ പദ്ധതികൾ, ഏതെങ്കിലും പദ്ധതികൾ മുടങ്ങിപ്പോയതോ ആരംഭിക്കാൻ കഴിയാത്തതോ ഉണ്ട് എങ്കിൽ ആ പദ്ധതികൾക്ക് അതിന്റെ പുറകെ ജാഗ്രതയോടെ ഇടപെടുക. അങ്ങ് സൂചിപ്പിച്ച റാന്നി പാലം MLA ആയതിന്റെ 3-ാം ദിവസമാണ് കേരളത്തിന്റെ പുതിയ ഗവൺമെന്റ് വന്നതിന്റെ 3-ാം ദിവസം തന്നെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് ഇവിടെ എത്തി. അത് സന്ദർശനം നടത്തി പോവുകയല്ല. അങ്ങനെ ആളുകളുടെ മുമ്പിൽ സന്ദർശനം നടത്തി ഇതാ ഞങ്ങൾ തുടങ്ങുന്നു വെറുതെ പ്രഖ്യാപിക്കുകയല്ല. നിർമ്മാണ ചുമതല KRFBയെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാം പാലത്തിന്റെ നിർമ്മാണം മുമ്പ് തുടങ്ങിയിരുന്നു, നിയമക്കുരുക്കുകളിൽ പെട്ടു. പ്രധാനപ്പെട്ട ഒരു കാര്യം, റാന്നിയിൽ ഒരു ന്യൂ ബൈപ്പാസ് ഉണ്ടാകണം. അതിന് സ്ഥലം ഏറ്റെടുക്കണം. പുതിയ പാലം വരുമ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണവും അതോടൊപ്പമുള്ള അപ്രോച്ച് റോഡും ബൈപ്പാസും ചേർന്നാൽ മാത്രമേ എന്തിനാണോ പാലം നമ്മൾ ആഗ്രഹിച്ചത്, റാന്നിയുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും റാന്നിയുടെ മുഖച്ഛായ മാറ്റാനും കഴിയണമെങ്കിൽ ബൈപ്പാസ് കൂടി സാധ്യമാക്കണം. അപ്പൊ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള പ്രശ്നം. സ്ഥലം ഏറ്റെടുക്കാൻ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് നിയമം അനുസരിച്ചിട്ട് ലാൻഡ് നോട്ടിഫിക്കേഷൻ
അതിന് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ലാൻഡ് അക്വസിഷൻ പ്രവൃത്തികൾക്ക് തന്നെ ഏതാണ്ട് 2 വർഷത്തിലേറെ വരും. 132 വസ്തുടമകളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഏതാണ്ട് 14 കോടി രൂപയോളം അധികമായി കണ്ടിട്ടുണ്ട്. വലിയൊരു വെല്ലുവിളിയായിരുന്നു. വലുതായിരുന്നു. 32 വസ്തു ഉടമകൾ അവരുടെ വസ്തു തണ്ണീർത്തടമായിരുന്നു. നമ്മൾ ഇത് ഏറ്റെടുക്കാൻ നേരത്താണ് മനസ്സിലാകുന്നത്. ആ തണ്ണീർത്തടമാണെങ്കിൽ തരം മാറ്റണമെങ്കിൽ കൃഷി വകുപ്പിന്റെയും ഒക്കെ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അതെല്ലാം അംഗീകരിച്ച് സർക്കാരിന്റെ ഉത്തരവ് വേണം. എത്രമാത്രം പ്രയത്നം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി കിഫ്ബിയിൽ നിന്നും പണം ലഭ്യമാക്കി വന്ന നിയമക്കുരുക്കുകളെല്ലാം പരിഹരിച്ച വസ്തു ഉടമകളിൽ ഒരാൾ പോലും തർക്കം ഉന്നയിക്കാതെ അവർക്കർഹമായ പണം ലഭ്യമാക്കി നീണ്ടു നിന്ന ഒരു കഠിനാധ്വാനമായിരുന്നതിന്റെ പിന്നിൽ പാലത്തിന് ഡിസൈൻ പരിഷ്കരിച്ചു, അധികമായി പണം കണ്ടെത്തി, അങ്ങനെ പാലം ടെൻഡർ ചെയ്തു. 3 തവണ ടെൻഡർ ചെയ്തു. പക്ഷെ യോഗ്യതയുള്ള ആളുകൾ ആ കരാറിൽ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വന്നില്ല. അങ്ങനെ ഓരോ ടെൻഡറിലും നമുക്ക് 2 മാസം വീതം പോകും. അങ്ങനെ ഏതാണ്ട് ഒരു 6 മാസത്തോളം ടെൻഡറുകളിൽ ആളുകൾ വരാതെ പോയി. ഒടുവിലാണ് ഊരാളുങ്കൽ 4ാമത്തെ ടെൻഡറിലാണ് ഈ കരാറിൽ ഏർപ്പെടുന്നത്. എന്നാൽ നിരക്ക്, അവരുടെ കരാർ നിരക്ക് പഴയ നിരക്കിലാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. ആ നിരക്ക് 40%-ലേറെയായാൽ പുതിയ നിരക്ക് വരുമ്പോൾ ഏതാണ്ട് 20%-നടുത്ത് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് മന്ത്രിസഭ അനുമതി വേണം. മന്ത്രിസഭ ഇത്തരം ഒരു കാര്യം അനുമതി നൽകുന്നത് അതിന്റെയും നടപടിക്രമങ്ങൾ ഏറെ സാഹസകരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അങ്ങനെ പ്രത്യേക ക്യാബിനറ്റിലേക്ക് ഫയൽ കൊണ്ടുവരാൻ വീണ്ടും വലിയ ശ്രമം നടത്തേണ്ടി. ഫെബ്രുവരി 19-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് റാന്നിയിൽ നടക്കുന്ന വലിയ ചടങ്ങിൽ വെച്ച് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ പാലമെന്നല്ല പുതിയ ബൈപ്പാസിന്റെയും റാന്നി പുതിയ പാലത്തിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയാണ്. ഈ പദ്ധതിയും അങ്ങനെ അതും നമ്മൾ സാധ്യമാക്കുന്നു എന്നത് അഭിമാനകരമാണ്. അങ്ങനെ വീണ്ടും ജനപക്ഷത്തു നിന്നും ഓരോ പ്രവൃത്തികൾ ചെയ്താണ് റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറ്റി. അതായത് ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഒക്കെയൊക്കെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA നേതൃത്വത്തിലുള്ള വലിയ ശ്രമങ്ങളും പരിശ്രമങ്ങളും ജനപക്ഷത്തു നിന്നും അദ്ദേഹം യാഥാർത്ഥ്യമാക്കുന്നത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.